ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ സ്നേഹവന്ദനം. നാം ഒരിക്കൽ കൂടെ വീണ്ടും നമ്മുടെ മെസ്സേജിന്റെ സെഷനുമായി വന്നിരിക്കുകയാണ്. നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിലാണ് നിൽക്കുന്നത്. നാം അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് എന്നും നമ്മുടെ സ്ഥിരമായി ചെയ്യുന്ന പോലെ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു സമയമുണ്ട്. ഏതാനും നിമിഷങ്ങൾ നാം അതിനുവേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നാം നമ്മുടെ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുമായിട്ട് കടന്നു വരികയാണ്. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഏറ്റവും നന്നായി പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ് ഇന്ത്യയിൽ നടക്കുന്ന ക്രിസ്തീയ വിശ്വാസികൾക്കെതിരെ സുവിശേഷത്തിനെതിരെ നടക്കുന്ന, ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെമ്പാടും തന്നെ ഏതാണ്ട് 50ഓളം രാജ്യങ്ങളിൽ എണ്ണിപ്പറഞ്ഞാൽ ക്രിസ്ത്യാനിയുടെ അല്ലെങ്കിൽ സുവിശേഷ ഘോഷണത്തെ, യേശുവിൻ്റെ സത്യസുവിശേഷം പ്രസംഗിക്കുമ്പോൾ അതിനെതിരെയുള്ള പീഡനങ്ങളും ക്രൂരതകളും അല്ലെങ്കിൽ എന്താ പറയുക, ആദിമ നൂറ്റാണ്ടിൽ ചെയ്തതുപോലുള്ള സഭ ക്രൂരമായ പീഡനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നാം ആ വിഷയത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുവാൻ ഓരോ വിശ്വാസികളും ഓരോ വിശ്വാസികൾക്കും ഉത്തരവാദിത്തമുണ്ട്. അപ്പൊ ആ ഉത്തരവാദിത്തം നാം നിറവേറ്റുക എന്നുള്ളത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. കർത്താവായ യേശു ക്രിസ്തു തന്റെ അവസാനമായി നമ്മോട് പറഞ്ഞൊരു കൽപ്പനയാണ്, ആയാൽ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അത് നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശം കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ആ കൽപ്പന ശിരസ വഹിച്ച് ലോകത്തെമ്പാടുമുള്ള മാനവ ജാതി രക്ഷിക്കപ്പെടണമെന്ന ആഗ്രഹത്തോടെ മനുഷ്യരെല്ലാവരും തങ്ങൾ പാപത്തിൽ ജനിച്ചു എന്നും അല്ലെങ്കിൽ ആദാമിന്റെ മക്കളായി തീർന്ന ആ സന്തതി പരമ്പെട്ട നാം ഓരോരുത്തരും പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിക്കുന്ന അവസ്ഥയിലാണ്. ഇത് മനുഷ്യരോട് തുറന്നു പറഞ്ഞ, മനുഷ്യ നീ പാപിയാണ്, നിന്റെ പാപത്തിൽ നീ മരിച്ചാൽ നിന്റെ നിത്യത തീ നരകത്തിലായിരിക്കും. അല്ല, നിന്റെ സൃഷ്ടാവായ ദൈവത്തോട് കൂടെ നിനക്ക് സ്വർഗത്തിലൊരു വാസം നീ ആഗ്രഹിക്കുന്നു എങ്കിൽ നീ നിന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കണം. നിന്റെ പാപത്തെ നീ കഴുകിക്കളയണം. ആദാമ്യ പാപവും കർമ്മപാപവും നീ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കപ്പെട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു ജീവിതത്തിൽ അല്ലെങ്കിൽ നിത്യരക്ഷ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ നിത്യരക്ഷയിലാകുന്ന നമ്മുടെ സബ്ജക്റ്റ് അല്ല, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ എന്തായാലും കർത്താവായ യേശു ക്രിസ്തു ദൈവപുത്രനാണെന്നും അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് കാലത്തികവിങ്കൽ ബേത്ലഹേമിൽ കന്യകമറിയാമിൽ നിന്ന് ജനിച്ച് നമുക്ക് വേണ്ടി വളർന്ന് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ കഷ്ടതയും പീഡയും സഹിച്ച് എന്റെയും നിന്റെയും പാപത്തിന് പരിഹാരമായി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. ഈ യാഗത്തെ പ്രസ്താവിക്കുകയാണ്, ഈ സ്നേഹത്തെ പ്രസ്താവിക്കുകയാണ് നാം സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്യുന്നത്. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ പോലെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തേജസ്സേറിയ സുവിശേഷം പ്രകാശിക്കാതിരിക്കുമാറ് ലോകത്തിന്റെ പ്രഭു അവരുടെ കണ്ണ് കുരുടാക്കി കളഞ്ഞു. അതെ, ലോകത്തിന്റെ കണ്ണ് കുരുടായിരിക്കുന്ന ഈ അവസ്ഥയിൽ പ്രകാശമായ സത്യ വെളിച്ചമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുക എന്നത് നാം ഓരോരുത്തരും കടമയാണ്. അപ്പൊ ഈ കടമ ശിരസ വഹിച്ച് ചെയ്യുന്നവരെയാണ് ഇന്ന് ലോകത്തിന്റെ പ്രഭു കുടിയിരിക്കുന്ന ദുഷ്ടാത്മ ശക്തി, അന്ധകാര ശക്തി നിയന്ത്രിക്കുന്ന മനുഷ്യൻ ഉപദ്രവിക്കുന്നത്. കാരണം നാം ആരെയും ഉപദ്രവിക്കുന്നില്ല, നാം ആരെയും ഭീഷണിപ്പെടുത്തില്ല, ആരെയും നിർബന്ധിച്ച് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണമെന്നോ അല്ലെങ്കിൽ പറയപ്പെടുന്ന പോലെ മതം മാറ്റമൊന്നും നാം നടത്തുന്നില്ല. കാരണം ക്രിസ്ത്യാനി ഒരിക്കലും മതം മാറ്റം നടത്തുന്നവരല്ല. അതാണ് അടിസ്ഥാനപരമായ സത്യം. പക്ഷെ ഈ സത്യം മനസ്സിലാക്കാതെ നാം മതം മാറ്റുന്നു പറഞ്ഞാൽ നടക്കുന്നത്. പക്ഷെ നാം മാറ്റുന്നത് മനസ്സാണ്. മനസ്സിന്റെ പരിവർത്തനമാണ് നമുക്ക് ആവശ്യം. ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുക, ദൈവമാണ് നിത്യരക്ഷകൻ, നമുക്ക് പാപമോചനം തരുന്നെന്നും മരണാനന്തരം ദൈവത്തോട് സ്വർഗത്തിൽ നിത്യമായി അനന്തമായി ജീവിക്കേണ്ട ആത്മാവുള്ള മനുഷ്യരാണെന്നുള്ള ചിന്ത നമ്മിൽ ഇല്ലാതെ പോയി. അപ്പൊ അതുകൊണ്ട് ആ വിഷയം കൂടുതൽ കിടക്കുന്നില്ല. നമുക്ക് ആ ദൈവത്തിന്റെ സുവിശേഷം, കർത്താവായ യേശു സുവിശേഷം പ്രസംഗിക്കുന്നവരൊക്കെയാണ് പീഡനം ഏറ്റുകൊണ്ടിരിക്കുന്നത്. അവിടെ നമുക്ക് ഒരു നിമിഷം നമ്മുടെ തലകളെ വണങ്ങാം, നമുക്ക് അതിനായി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, നിന്റെ സന്നദ്ധയിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. അപ്പ നിന്റെ കൽപ്പന അനുസരിച്ച്, നിന്റെ ഗ്രേറ്റ് കമ്മീഷൻ അനുസരിച്ച്, നിന്റെ ലാസ്റ്റ് കൽപ്പന അനുസരിച്ച് ഞങ്ങളുടെ കർത്താവെ ഇന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും
സുവിശേഷം എത്താത്ത സ്ഥലങ്ങളിൽ കേൾക്കാത്ത മനുഷ്യരോട് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അത് പറയുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ, വ്യക്തികളെ ഇന്ന് ഈ ലോകത്തിന്റെ അന്ധകാര ശക്തികളുടെ പ്രവർത്തനം മൂലം അനേകമായ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് കർത്താവെ. അവരെന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അപ്പ ഒരു നേരത്തെ ആഹാരമില്ലാത്ത പാസ്റ്റർമാര്, അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത ഇവാഞ്ചലിസ്റ്റുകൾ, മിഷണറിമാര്, അവർ ഒരു നാണം മറയ്ക്കാൻ തുണിയില്ലാത്ത മക്കള്, അതുപോലെ കയറി കിടക്കാൻ ഒരു കൂരയില്ലാത്തവർ, ഇവരെയൊക്കെയാണ് ഈ ക്രൂരമായി മർദ്ദിക്കുന്നത്. അല്ലാതെ സാമ്പത്തികമായി പിടിപാടുള്ളവരെയോ രാഷ്ട്രീയ പിടിപാടുള്ളവരെയോ നാം ആരെയും ആക്രമിച്ചിട്ടോ ഒന്നുമല്ല. നാം ഒരു അക്രമജീവിയല്ല. എന്നാലും കർത്താവെ, നിന്റെ നാമവും പേറി പോകുന്നവരോട് കർത്താവെ ഇന്ന് ലോകം വളരെ ക്രൂരമായി പെരുമാറുന്നു. അപ്പ കർത്താവെ, നിന്റെ ദയ അവരോട് കൂടെ ഇരിക്കണമേ. അപ്പ ലോകത്തിന്റെ പ്രഭുവിന്റെ ശക്തിയെ നീക്കിക്കളയണമേ. അപ്പ കർത്താവെ, ലോകത്തിന്റെ സത്യപ്രകാശം പരക്കണമേ. അപ്പ ഹല്ലേലൂയ. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യർ വെളിച്ചമായിരുന്നു പറഞ്ഞ പോലെ കർത്താവ് ഈ ലോകത്തെ മനുഷ്യരെല്ലാവരും വെളിച്ചത്തിലേക്ക് വരുവാൻ തക്കവണ്ണം നീ കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ പഠന വിഷയത്തിലേക്ക് തിരിച്ചു വരാം. നാം ഇപ്പോൾ ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിലെത്തി നിൽക്കുകയാണ്. 49-ാം അധ്യായത്തിൽ നാം യാക്കോബ്, ഗോത്രത്തലവനായ യാക്കോബ് തന്റെ 12 പുത്രന്മാരെയും വിളിച്ച് അവർക്ക് ഓരോ അനുഗ്രഹം കൊടുക്കുന്നതാണ് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നാം അതിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ശിമയോനും ലേവിയിലുമാണ് നാം എത്തി നിൽക്കുന്നത്. അവരെ നമ്മുടെ കഴിഞ്ഞ ആഴ്ചയിൽ, ഇതിനു മുമ്പ് ചെയ്ത പ്രസംഗത്തില് ലേവിയുടെയും ശിമയോന്റെയും കാര്യം നാം പറഞ്ഞതാണ്. നമുക്കറിയാം ലേവിയുടെ ശാപം എന്താണെന്ന്, ലേവിയുടെയും അല്ലെങ്കിൽ ശിമയോന്റെ ശാപം എന്താണെന്ന് നമുക്കറിയാവുന്നതാണ്. പക്ഷെ എന്നിരുന്നാലും ഒരിക്കൽ കൂടെ ഒന്നുകൂടെ ചെറുതായിട്ടൊന്ന് കടന്നിട്ട് അതിന്റെ ചെറിയ വിശദാംശങ്ങളിലേക്ക് നാം കടന്നു പോകാൻ കാരണം നാം ഇത് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. മനുഷ്യ ജീവിതത്തിൽ നാം ചെയ്തു കൂട്ടുന്ന പല കാര്യങ്ങളും ഒരു ദേഷ്യത്തിന് നാം എടുത്തിയാടി ചെയ്യുമ്പോൾ അത് പിന്നീടുണ്ടാക്കുന്ന ഭവിഷ്യത്തുകൾ നാം ചിന്തിക്കാറില്ല. ഇവിടെ ലേവി ശിമിയോനും തങ്ങളുടെ സഹോദരിയായ ദിയയ്ക്കുണ്ടായ ഒരു കഷ്ടത, അല്ലെങ്കിൽ എന്താ പറയുക, അല്ലെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അവളെ പീഡിപ്പിക്കപ്പെട്ടു. അപ്പൊ ആ അവസ്ഥയിൽ ഉണ്ടായ ഒരു ദേഷ്യത്തിൽ, അവിടെ ഉഗ്രകോപത്തിൽ അവരാ ചെന്ന് ആ നാട്ടിലുള്ള മുഴുവൻ ആണുങ്ങളെയും കൊന്നുകളയുന്ന ഒരു ശിക്ഷയാണ് അവർ നടപ്പാക്കിയത്. അതിൽ യാക്കോബിന് പോലും ഇഷ്ടമായില്ല. ചെയ്ത തെറ്റിന് ശിക്ഷ കൊടുക്കാം, പക്ഷെ അതിനൊരു നാട് മുഴുവൻ ഉള്ള ആണുങ്ങളെ കൊന്നുകളയുന്ന ആ ഒരു അതിക്രൂരമായ ശിക്ഷാ സംവിധാനത്തിലേക്കാണ് ലേവിയും ശിമിയോനും പോയത്. അതുകൊണ്ടാണ് യാക്കോബ് അവിടെ പറയുന്നത്, എന്നുള്ളമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുത്, എൻ മനമേ അവരുടെ യോഗത്തിൽ ചേരരുത്. തങ്ങളുടെ കോപത്തിൽ അവർ പുരുഷന്മാരെ കൊന്നു, തങ്ങളുടെ ശാഠ്യത്തിൽ കൂറ്റന്മാരുടെ വരി ഉടച്ചു. അവിടെ ഉഗ്രകോപം കഠിനക്രോധവും ശപിക്കപ്പെട്ടത്. ഞാൻ അവരെ യാക്കോബിൽ പകുക്കുകയും ഇസ്രായേലിൽ ചിതറിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അതെ, അവരെ ഇസ്രായേൽ ചിതറിക്കുമെന്നാണ് ലേവിക്കും ശിമയോനും കൊടുത്ത ശാപം. ഈ ശാപത്തെ കുറിച്ച് നാം കഴിഞ്ഞ ആഴ്ചയിൽ അത്യാവശ്യം സവിസ്തരമായി പഠിച്ചതാണ്. അതുകൊണ്ട് ഇന്ന് അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ നാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, രണ്ടുപേർ ഒരുപോലെ ശാപഗ്രസ്തരായി തീർന്നു. ശാപം ഉണ്ട് എന്നുള്ളത് അത് അവസാനമായി തീർന്ന വെളിപ്പാട് പുസ്തകത്തിലാണ്. ഇനി ശാപമില്ല, ശാപം തീർന്നു പോയി എന്ന് പറയുമ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നാം കാണുന്നത് ഒരേ പിതാവിന്റെ 2 മക്കളായ ലേവിയും ശിമിയോനും രണ്ടുപേരും ഒരുമിച്ച് ഒരേ കുറ്റകൃത്യം ചെയ്തു. പക്ഷേ രണ്ടുപേരും ശപിക്കപ്പെട്ടു. പക്ഷെ ഇതിൽ ഒരാൾക്ക് ശാപമോക്ഷം കിട്ടി, മറ്റേയാൾ ശപിക്കപ്പെട്ടവനായി തുടർന്നു. ഒരുപക്ഷെ ഇന്നും അവരുടെ സ്വന്തം തലമുറയിൽ ആ ശാപം നിലനിൽക്കുന്നുണ്ടാവും. പക്ഷെ ഇന്ന് നമുക്ക് ഗോത്രങ്ങളൊന്നും കൃത്യമായിട്ട് അവർക്ക് സെഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൃത്യമായ ഒരു പക്ഷെ നമുക്കറിയില്ലായിരിക്കാം. പക്ഷേ അത് ആ ശാപം അനേക വർഷം പിന്തുടർന്നു എന്ന് നമുക്ക് പിന്നീടുള്ള ഇസ്രായേൽ ചരിത്രം, എഴുതപ്പെട്ട ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഉൽപ്പത്തി പുസ്തകം, അതായത് സംഖ്യാപുസ്തകം 1-ാം അധ്യായം 22:59 നാം നോക്കുമ്പോൾ ഇവരെ ഒരു മോശ പുറപ്പാടിന് ശേഷം ഒരു ജനസംഖ്യ എടുക്കുന്നുണ്ട്. ഈ ജനസംഖ്യ എടുക്കുമ്പോൾ ശിമിയോന്റെ ജനസംഖ്യ എന്ന് പറയുന്നത് ഏതാണ്ട് 40,600 യുദ്ധസന്നദ്ധരായ പുരുഷന്മാര് ഈ ശിമയോന്റെ ഗോത്രത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ സംഖ്യാപുസ്തകം 26:14 എത്തുമ്പോഴേക്കും, അതായത് അന്ന് അവര് എത്ര പെർസെന്റ് ആണ്, ഏതാണ്ട് 8% ഉണ്ടായിരുന്നത്. പിന്നീട് അവർ വരുമ്പോൾ വെറും 22,000 ആയി താഴെ പോവുകയാണ്.
അതായത് വെറും 3%, 3.6% ടോട്ടൽ ജനസംഖ്യ, അതായത് ഇസ്രായേൽ ജനസംഖ്യയുടെ. അപ്പൊ അങ്ങനെ ശിമയോന്റെ ഗോത്രം വളരെ പ്രൗഢമായിരുന്നു, വളരെ അതായത് യുദ്ധസന്നദ്ധരായ ഏറ്റവും കൂടുതൽ ആളുകള് പ്രോറേറ്റ റേഷ്യോ നോക്കുമ്പോൾ കൂടുതലായിരുന്നെങ്കിലും അവർ പിന്നീട് അവരുടെ എണ്ണം കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് ശാപത്തിന്റെ ഫലമാണ്. ഈ ശാപത്തിന്റെ ഫലങ്ങളിൽ ഒന്നാണ് സന്തതി നാശം. അനേകമുണ്ട്, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ആവർത്തന പുസ്തകം 28-ാം അധ്യായം വായിച്ചാൽ മതി. അതിനകത്ത് ഏതാണ്ട് ഒരു 50 ചില്ലാൻ വാക്യങ്ങൾ ശാപത്തെ കുറിച്ച് സവിസ്തരം പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് പോയി വായിക്കാം. അതിൽ പറയുന്ന ഏതെങ്കിലും ലക്ഷണങ്ങൾ നമ്മില്, നമ്മുടെ കുടുംബത്തില്, നമ്മുടെ സ്വന്തക്കാരുടെയും കാണാൻ കഴിയുന്നുവെങ്കിൽ, ഇഫ് യു ക്യാൻ ഐഡന്റിഫൈ, അതൊരു ശാപലക്ഷണമായിട്ട് കണക്കാക്കാം. ഞാൻ അതിലേക്ക് കടക്കാനോ അതിൽ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ശാപം അതിൽ പറയുന്ന ലക്ഷണങ്ങളോട് കൂടി ഇന്നും അതിന്റെ ശക്തിയോടെ വാഴുന്നുണ്ട് എന്നുള്ളത് വിശ്വാസികളിലും അവിശ്വാസികളിലും വാഴുന്നുണ്ട് എന്നൊരു സൂചന മാത്രം തന്ന് ഞാൻ ആ വിഷയത്തിൽ മാറുകയാണ്. അപ്പൊ ഇവിടെ ശപിക്കപ്പെട്ട ശീമോൻ, ശപിക്കപ്പെട്ട ലേവി. പക്ഷെ ലേവി ഗോത്രത്തിൽ ഇവരോടൊപ്പം നമ്മുടെ യാക്കോബിന്റെ ശാപം എന്തായിരുന്നു? അവരുടെ മന്ത്രണങ്ങളിൽ കൂടരുത്, അവരുമായിട്ട് ഒരു കമ്മ്യൂണിറ്റി പാടില്ല. എന്താ പറഞ്ഞേ? അവരെ യാക്കോബിൽ ചിതറിക്കും, എന്നുള്ളമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുത്, എൻ മനമേ അവരുടെ യോഗത്തിൽ ചേരരുത്. അതെ, അവരോട് കൂടെ ഇനി ഒരു ബന്ധം നിങ്ങൾക്ക് വേണ്ട. നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ അവരിവിടെ നമുക്കൊരു ബന്ധം സ്ഥാപിക്കാൻ പറ്റിയ കുടുംബമല്ല എന്ന് പറഞ്ഞ ഒരു കല്യാണാലോചന വരികയാണെങ്കിൽ ലേവിയും ശിമോന്റെയും ഗോത്രത്തിൽ നിന്നാണോ? വേണ്ട. അല്ലെങ്കിൽ നമുക്കൊരു യോഗം കൂടണം, വേണ്ട. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പ്രെയർ മീറ്റിംഗ് നടത്തണം, എവിടെയാ നടത്തണേ? അതാ ലേവിയില, വേണ്ട. അതായത് ശിമയോന്റെ വീട്ടില, വേണ്ട. അവരുമായിട്ട് നമുക്കൊരു യോഗമില്ല. ഇനി മന്ത്രണങ്ങളിൽ, മനസ്സിന്റെ ചിന്തകളിൽ പോലും, ആലോചനകളിൽ പോലും നാം ലേവിയായിലോ ശിമയോനിലോ പോകരുത് എന്ന് അപ്പനായ യാക്കോബിന്റെ ശാപം നിലനിൽക്കുകയാണ്. പക്ഷെ ലേവിയുടെ ശാപം മാറി. അത് നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ലേവി ശാപം മാത്രമല്ല, യോഗം നടത്തുന്നവനായി തീർന്നു. ആരുടെ കുടുംബയോഗത്തിൽ പോകരുതെന്ന് പറഞ്ഞോ, ആരുടെ വീട്ടിൽ യോഗത്തിന് കൂടരുതെന്ന് പറഞ്ഞോ, യോഗത്തിന്റെ മുഴുവൻ അധ്യക്ഷനായി ലേവി മാറിയ ചരിത്രം നമുക്ക് കാണാൻ പറ്റും. ലേവിയാണെന്ന് പുരോഹിതൻ, പൗരോഹിത വൃന്ദമല്ലെങ്കിൽ പൗരോഹിത്യ ഗോത്രമാണ് ലേവി. ആദ്യാചാര്യത്വം അഹ്റോനാണ് കൈക്കൊണ്ടതെങ്കിൽ അഹ്റോന്റെ പുത്രന്മാരായ ലേവിക്ക് ജന്മാവകാശമായി പൗരോഹിത്യം കിട്ടത്തക്കരിൽ ഇസ്രായേലിന്റെ ഇസ്രായേൽ ദൈവമായ യഹോവ വാഴുന്ന യെരുശലേം ദേവാലയത്തിലെ ഏറ്റവും മുഖ്യ പുരോഹിതനും സർവ്വ പുരോഹിതന്മാരും ലേവിയുടെ സന്തതി പരമ്പരകൾ കിട്ടാണ്ടായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ എന്നിരുന്നാലും നാം പഠിക്കുന്ന നല്ലതാണ്. ശാപം തീരുന്ന ആ മുറയ്ക്ക്, അല്ലെങ്കിൽ ശാപം എങ്ങനെ മാറ്റാമെന്ന് പല വഴികളുണ്ട്. അതിൽ ഒരു വഴി ലേവി ചെയ്ത് എന്താണ്? പുറപ്പാട് പുസ്തകം 32-ന്റെ 26-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. പുറപ്പാട് പുസ്തകം 32-ന്റെ 26-ല് മോശ പാളയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ ലേവ്യർ എല്ലാവരും അവന്റെ അടുക്കൽ വന്നുകൂടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞാല് ലേവ്യ ഗോത്രം മുഴുവൻ പറഞ്ഞു, ഇതാ ഞങ്ങൾ യഹോവയുടെ പക്ഷത്താണ്. ഞങ്ങൾ ഇനി മുതല് ഈ വിഗ്രഹ സേവ ചെയ്യുന്ന അല്ലെങ്കിൽ കാളക്കുട്ടിയെ സേവിക്കുന്നവരുടെ ഗ്രൂപ്പിൽ അല്ല എന്ന് അവർ പരസ്യമായി പ്രഖ്യാപിച്ചു, പരസ്യമായി സാക്ഷ്യം പറഞ്ഞു, അവർ വിശ്വാസം ഏറ്റു പറഞ്ഞു. സാഹചര്യം നമുക്കറിയാമായിരിക്കും, എങ്കിൽ ചെറുതായിട്ടൊന്ന് പറയാം. മോശ സീനായ് പർവ്വതത്തിൽ നിന്നും 10 കൽപ്പനകൾ അടങ്ങിയ 2 കൽപ്പനകളുമായി ഇറങ്ങി വന്ന് യോശുവയുടെ കൂടെ താഴേക്ക് ഇറങ്ങി വരികയാണ്. ഇറങ്ങി വരുന്ന സമയത്ത് പാളയത്തിൽ വലിയൊരു ഘോഷം കേൾക്കാം. ഘോഷം കേട്ട് യോശുവ പറയുകയാണ്, ഒരു യുദ്ധം ജയിച്ച പ്രതീതിയാണല്ലോ കേൾക്കണേന്ന്. 32:17 ജനം ആർത്ത് വിളിക്കുന്ന ഘോഷം യോശുവ കേട്ടപ്പോൾ അവൻ മോശയോട് പാളയത്തിൽ യുദ്ധഘോഷമുണ്ട് എന്ന് പറഞ്ഞു. അതിന് മോശ, ജയിക്കുന്നവരുടെ ഘോഷമല്ല, തോറ്റ് നിലവിളിക്കുന്നവരുടെ നിലവിളിയുമല്ല, പ്രതിഗാനം ചെയ്യുന്നവരുടെ ഘോഷമത്രേ എന്ന് കേൾക്കുന്നത് എന്ന് പറഞ്ഞു. മോശയ്ക്ക് ഇതൊക്കെ മനസ്സിലാവും. മോശ യുദ്ധം കുറെ കണ്ടവനാ, യുദ്ധം നയിച്ചവനാ. അവൻ ഇസ്രായേലിന്റെ മിസ്രൈമിന്റെ മന്ത്രിയായിരുന്നവനാ. 40 വർഷം ഫറവോന്റെ കൊട്ടാരത്തിൽ വളർന്നവനാ. യുദ്ധത്തിന് പോകുമ്പോൾ വീട്ടിലിരിക്കേണ്ട കാഹളം ഏതാണ്? യുദ്ധം തോൽക്കുമ്പോൾ എന്താണ് പ്രതികാരം പാടുന്നത്? യുദ്ധം ജയിക്കുമ്പോൾ ഉണ്ടാകുന്ന ആഘോഷം ആരവങ്ങൾ എന്താണ്?
അങ്ങനെ പ്രതികാരം പാടുന്നത് എന്താണ്? ഇതെല്ലാം കൃത്യമായിട്ട് അറിയാം. യോശുവയ്ക്ക് ഇതൊന്നും അറിയില്ല. യോശുവ മരുഭൂമിയിൽ കൂടെ വരുന്നു. ഒരുപക്ഷെ പുറപ്പെട്ട് വരുമ്പോൾ കൊച്ചു പയ്യനായിരുന്നിരിക്കാം. അവരിപ്പോ മോശയുടെ കൂടെ നടപ്പുണ്ട്. അതുകൊണ്ട് അവനും ഇസ്രായേലിൽ അടിമത്വത്തിൽ ജനിച്ചു വളർന്ന അടിമയുടെ വീട്ടിൽ വളർന്നവന് യുദ്ധവും ഇല്ല, യുദ്ധത്തിന്റെ ആഘോഷവും ഇല്ല, യുദ്ധത്തിന്റെ തോറ്റയുടെ പ്രതികാരവും ഇല്ല, പാട്ടുപാടുന്ന പാരമ്പര്യവും ഇല്ല. യോശുവയ്ക്കൊന്നും മനസ്സിലായില്ല. കുറെ ഒച്ച കേട്ടു. അവൻ പറഞ്ഞു യുദ്ധം അല്ല. മോശയ്ക്ക് കൃത്യമായി മനസ്സിലായി ഇത് യുദ്ധം ജയിച്ചതുമല്ല, യുദ്ധം തോറ്റതുമല്ല, പ്രതികാരം പാടുന്നവരാണ്. അതുകൊണ്ട് മോശ കൂടുതൽ ശ്രദ്ധിച്ചു. എന്താണ് പാളയത്തിൽ സംഭവിക്കുന്നത്? 600,000 ലക്ഷക്കണക്കിന് വേണമെങ്കിൽ 10-30 ലക്ഷം ആളുകൾ ജീവിക്കുന്ന പാളയത്തിൽ വലിയൊരു ആരവം നടക്കുന്നു. അടുത്ത് വന്നപ്പോൾ മോശയ്ക്ക് മനസ്സിലായി, ഇതാ അഹ്റോൻ സ്വർണം കൊണ്ടൊരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ജനങ്ങൾ മുഴുവൻ ഞങ്ങളെ മിസ്രയീമിൽ കൊണ്ടുവന്ന ദൈവമായ കാളക്കുട്ടിയെ എന്ന് പറഞ്ഞ് അതിന്റെ മുമ്പിൽ നമസ്കരിക്കുന്നത്. ഇന്നും നമുക്ക് ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ പലയിടത്തും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. ഞാൻ അതിന്റെ വിശദാംശം കടക്കുന്നില്ല. ചെവിയുള്ളവൻ കേൾക്കട്ടെ, കണ്ണുള്ളവൻ കാണട്ടെ എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ചിന്തയ്ക്ക് അതിനെ വിടുകയാണ്. അത് ഇന്ന് മനുഷ്യ സൃഷ്ടിയെ ആരാധിക്കുന്ന ആ ഒരു സംഭവങ്ങൾ വളരെ കൂടി വരികയാണ്. മനുഷ്യ സൃഷ്ടിയില് വേണ്ട, ഇപ്പൊ മനുഷ്യ ദൈവങ്ങളുടെ കാലമാണ്. ഹല്ലേലൂയ. ഇപ്പൊ അനേകം പേര് അതിപ്പോ ഞാൻ പറഞ്ഞ നോൺ ക്രിസ്ത്യനിൽ മാത്രമല്ല, ക്രിസ്ത്യാനിറ്റിയിൽ പോലും സോക്കോൾഡ് ദൈവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്ന കാലമാണ്. അതിന്റെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇതൊരു വിമർശനത്തിന്റെ ചാനൽ അല്ലാത്തതുകൊണ്ടും കുറ്റം പറയുന്നതിന്റെ ചാനൽ അല്ലാത്തതുകൊണ്ടും ഞാൻ നൽകട്ടെ. പക്ഷെ നിങ്ങൾ ചിന്തിച്ചാൽ നമുക്ക് ഈ മണ്ഡലങ്ങളിൽ കാണാൻ പറ്റുന്നതാണ് എന്താണ് നമ്മുടെ, അതായത് മനുഷ്യരെല്ലാം സ്വയം പ്രശംസ, മഹത്വം, ഗ്ലോറി ഏറ്റെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക്. അപ്പൊ അന്ന് കാളക്കുട്ടിയാണ് ആരാധിച്ചത്. ഈ വിഗ്രഹ ആരാധന കണ്ട് മിസ്രൈമിൽ നിന്ന് 10 ബാധകൾ കണ്ട ജനം, ചെങ്കടൽ 2ആയി പിളർന്ന് കണ്ട ജനം തിരിച്ചു അക്കരെ കടന്നു കഴിഞ്ഞപ്പോൾ ഫറവോനിയ സൈന്യത്തെയും കടലിൽ മുക്കിക്കൊന്ന യഹോവ, ഈ ദൈവമായ യഹോവയെ വിട്ട്, അവിടെ ആദ്യത്തെ കൽപ്പനയും അവസാനത്തെ കൽപ്പനയും അത് തന്നെയാണ്. ഞാൻ നിന്റെ ദൈവമായ യഹോവയാകുന്നു, ഞാൻ ഒഴികെ അന്യദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. മേലാകാശത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് താഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിന്റെയും പ്രതിമയോ രൂപമോ സദൃശ്യമോ ഉണ്ടാക്കുകയോ വന്ദിക്കുകയോ വണങ്ങിയോ അരുത്. ഇത്ര കൃത്യമായി ബൈബിൾ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ എഴുതി വെച്ചിട്ടും ഇവർ കാളക്കുട്ടിയെ നമസ്കരിക്കാൻ പോയി. ഹല്ലേലൂയ. മോശയ്ക്ക് ദേഷ്യം വന്നു. കിട്ടിയ പലകകൾ പുള്ളി എറിഞ്ഞുടച്ചു. എന്നിട്ട് തിരിച്ചു വന്നിട്ട് പറയാണ്, ഇനി ആ ദേഷ്യം ഇനി ഈ ജനത്തെ കൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രശ്നമില്ല എന്ന് മോശ തീരുമാനിച്ചു. എന്നിട്ട് പറഞ്ഞു, യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ പക്കൽ മാറട്ടെ. യോശുവ പറഞ്ഞു, ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. യോശുവ പറഞ്ഞു, ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. നമുക്ക് ഇന്ന് ഈ മെസ്സേജുകൾ എത്ര പേർക്ക് തീരുമാനിക്കാൻ പറ്റും? ഞാനും എന്റെ കുടുംബവും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കും. അവൻ മാത്രമാണ് ദൈവം. ഹല്ലേലൂയ. അവൻ മാത്രമാണ് എന്റെ പാപത്തിന് പരിഹാരമായി കാൽവരി ക്രൂശിൽ മരിച്ചത്. അവൻ മാത്രമാണ് എന്റെ പാപത്തിന് പരിഹാരമായി പീഡനമേറ്റത്, കഷ്ടത അനുഭവിച്ചത്, തലയിൽ മുൾക്കിരീടം വഹിച്ചത്, തുപ്പലേറ്റത്, കന്നത്തടിയേറ്റത്, 1 കുറേ 40 ചാട്ടവാറിന് മുതുകത്തടിയേറ്റത്, അവന്റെ മുഴുവജാല് പോലെ അവന്റെ മുതുകൾ കീറിക്കളഞ്ഞ് എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി മരിച്ച ആ ക്രിസ്തുവിനെ നാം ഓർക്കാറുണ്ടോ? എനിക്ക് പകരക്കാരനായി മരിച്ചവനാണ്. എൻ്റെ പാപത്തെ വഹിച്ച് ഞാനായിരുന്നു മരിക്കേണ്ട ഭാവി. ഞാൻ എൻ്റെ ഒരു ദൈവത്തിൻ്റെ കോടതിയിൽ പോയി നിന്നാൽ ഈ ശിക്ഷകളെല്ലാം എനിക്ക് കിട്ടേണ്ടതായിരുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ പണ്ട് ബാങ്കിലൊക്കെ ജോലി ചെയ്യുന്ന കാലത്ത് ഈ ഡിമാൻഡ് ഡ്രാഫ്റ്റ്, നിങ്ങളൊക്കെ ഇപ്പം ആരും അങ്ങനെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഒന്നും എടുക്കുന്ന അവസ്ഥയില്ല. അപ്പോൾ പണ്ട് നമ്മൾ ഒരാൾക്ക് കുറച്ച് ദൂരെ കമ്പനിക്കോ അല്ലെങ്കിൽ വ്യക്തിക്കോ പൈസ കൊടുക്കണമെങ്കിൽ ബാങ്കിൽ നിന്ന് ഒരു ഡ്രാഫ്റ്റ് എടുക്കും. ഡ്രാഫ്റ്റ് എടുത്തിട്ട് അയച്ചു കൊടുക്കും. ഇത് ചിലപ്പോൾ പോസ്റ്റിൽ മിസ്സാവും. മിസ്സായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? എടുത്ത ആൾ വീണ്ടും വരും, സാറേ ആ ഡ്രാഫ്റ്റ് നഷ്ടപ്പെട്ടു, നമുക്കിനിയിപ്പോൾ അതുകൊണ്ട് വേറൊരെണ്ണം കൊടുക്കണം. അപ്പോൾ ഈ വേറൊരു രണ്ടാമത് ഡ്യൂപ്ലിക്കേറ്റ് ഡ്രാഫ്റ്റ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അതിൻ്റെ ഏറ്റവും മുകളിൽ എഴുതി വെക്കും, DD ഇഷ്യൂഡ് ഇൻ ലീവ് ഓഫ് LIU ഇൻ ലീവ് ഓഫ് DD നമ്പർ. ആ പഴയ നമ്പർ എഴുതി വെക്കും. എന്നിട്ട് ഇത് ഇഷ്യൂ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ DD ആ DD തന്നെയാണ്. അല്ലാണ്ട് ഇനി അതും ഇതുകൂടെ ഇല്ല, അതിന് പകരക്കാരനായിട്ട് ഇത് വെച്ചിട്ട്. ഇതേ അവസ്ഥയാണ് കാൽവറി ക്രൂശിലെ പിതാവിന്റെ ശിക്ഷാവിധിയിൽ ക്രോധാഗ്നിയിൽ നരകത്തിയിൽ വെന്തുരുകേണ്ട എന്റെയും നിന്റെയും പാപം, എന്റെ പാപം ഏറ്റെടുത്തിട്ടാണ് ക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ചു. കാൽവറി കാണുമ്പോൾ നാം ഓർക്കേണ്ടത് ഞാനായിരുന്നു ആ കുരിശിൽ കിടക്കേണ്ടതെന്നാണ്. എനിക്ക് ക്രൂശിൽ കിടന്ന് നിത്യമരണം, അതിനുശേഷം എൻ്റെ ആത്മാവ് നിത്യ അഗ്നിയിൽ പോകേണ്ടതായിരുന്നു. ഈ ഒരു അവസ്ഥയ്ക്ക് നമുക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നാം ക്രിസ്ത്യാനിയാണെന്നോ യേശുവിൻ്റെ സ്നേഹമെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് കാണുമ്പോൾ നമ്മുടെ ചങ്ക് തകരണം. പാപബോധം കൊണ്ട് ഹൃദയത്തിൽ ഒരു ദുഃഖം ഉണ്ടാവണം, പശ്ചാത്താപം ഉണ്ടാവണം, മാനസാന്തരം ഉണ്ടാകണം. അപ്പൊ അങ്ങനെ വേണം. അപ്പൊ ഇവിടെ നമ്മൾ
നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ ഇതുപോലെ തന്നെയാണ് ഇവിടെ മോശയ്ക്കുണ്ടായ ആ ക്രോധത്തിൽ, അല്ലെങ്കിൽ ആ ഈ വിഗ്രഹ സേവയോടുള്ള അദ്ദേഹത്തിന്റെ ആ എരിവ് മൂത്തുപദം വേണം. യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ ഭാഗത്തേക്ക് വരട്ടെ. അങ്ങനെ യോശുവ നിപ്പുണ്ട്. യോശുവ പറഞ്ഞു, ഞാൻ എൻ്റെ കുടുംബം ഞങ്ങൾ യഹോവയെ സേവിക്കും. ലേവ്യർ മുഴുവനും മാറി. അതോടെ അവന്റെ ശാപം തീർന്നു. അതോടെ ലേവി കുടുംബത്തിന്റെ ശാപം തീർന്നു. നിങ്ങൾ എപ്പോൾ ദൈവത്തെ സേവിക്കുന്നോ, അല്ലെങ്കിൽ ഞാൻ എപ്പോൾ ദൈവത്തിന്റെ പക്ഷത്താണ് എന്ന് പറയുമ്പോഴാണ് നമ്മുടെ സർവ്വപാപവും മോചിക്കപ്പെടുന്നത്. ഏത് ശാപവും മോചിക്കപ്പെടപ്പെടും. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളുടെ എൻ്റെ പാപം രക്താംബരം പോലെ ചുമന്നിരുന്നാലും ഞാൻ അതിനെ ഹിമം പോലെ വെളുപ്പിക്കുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ അരുളി ചെയ്യുന്നത് ഇവിടെയാണ്. നാം ദൈവത്തിന്റെ പക്ഷത്ത് വരുമ്പോൾ, നാം ക്രിസ്തുവിന്റെ പക്ഷത്ത് വരുമ്പോൾ, നാം കാൽവറി ക്രൂസിന്റെ ചുവട്ടിൽ വരുമ്പോൾ, അതിന്റെ മുകളിലേക്ക് നോക്കുമ്പോഴാണ് നമ്മുടെ പാപത്തിന് ഒരു പരിഹാരം ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നമുക്ക് വീണ്ടും തിരിച്ചു വരാം. ഇവിടെ അങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്നറിയോ? നമുക്ക്, അതായത് യഹോവയുടെ പക്ഷത്തുള്ളവൻ വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ, സ്തോത്രം, ലേവ്യർ 28-ാം വാക്യം, ലേവ്യർ മോശ എന്ന് പറഞ്ഞു. അവൻ അവരോട്, നിങ്ങൾ ഓരോരുത്തരും തന്റെ വാൾ അരക്കി കെട്ടി പാളയത്തിൽ കുടുക്കി വാതിൽ തോറും കടന്ന് ഓരോരുത്തരും തന്റെ സഹോദരനെയും തന്റെ സ്നേഹിതനെയും തന്റെ കൂട്ടുകാരനെയും കൊന്നുകളവീൻ എന്നിങ്ങനെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു പറഞ്ഞു. ലേവ്യർ മോശ പറഞ്ഞതുപോലെ ചെയ്തു. അന്ന് ഏകദേശം 3000 പേർ വീണു. യഹോവ ഇന്ന് നിങ്ങൾക്ക് അനുഗ്രഹം നൽകേണ്ടെന്ന് നിങ്ങൾ ഇന്ന് ഓരോരുത്തരും താന്റെ മകനും താന്റെ സഹോദരനും വിരോധമായി യഹോവയ്ക്ക് നിങ്ങൾ തന്നെ ഏൽപ്പിച്ചു കൊടുപ്പിൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോ ദൈവത്തിന് എതിരായി ചെയ്തവർക്കെതിരെ ശിക്ഷ നടപ്പാക്കുവാൻ മോശ തിരഞ്ഞെടുത്തപ്പോൾ അവർ വീണ്ടും അതുപോലെ തന്നെ ചെയ്തു. അതായത് ദൈവത്തിന്റെ കൽപ്പന, അല്ലെങ്കിൽ മോശ ദൈവത്തിന്റെ കൽപ്പന പറഞ്ഞപ്പോൾ അത് അനുസരിച്ചു. അതെ, അനുസരണമാണ് ഏറ്റവും വലിയ ബലി. മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ ഏറ്റവും നല്ലത് ഒരു സ്തോത്രയാഗമാണ്. ഇന്നിപ്പോ നമ്മൾ ആടിനെ ബലിയർപ്പിക്കാൻ പോകേണ്ട കാര്യമില്ല. ഒരു സ്തോത്രം പറഞ്ഞാൽ കൂറ്റന്മാരുടെ എന്താ പറയുക, ഒരു യാഗം അർപ്പിക്കുന്നതിനേക്കാളും, അല്ലെങ്കിൽ അതിന് ഇക്വലന്റ് ആണ് ഒരു സ്തോത്രം പറയുമ്പോൾ. ഹല്ലേലൂയ. അതുകൊണ്ട് നാം സ്തോത്രം പറയാൻ ബാധ്യത. കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് വിടൂല. ഒരു സ്തോത്രം പറയുമ്പോൾ നമുക്ക് പല കാര്യമുണ്ട്. ഒന്ന്, നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. 2, നാം സാത്താന്റെ തലയ്ക്ക് ഒരു അടി കൊടുക്കുന്നു. 3, നാം നമുക്ക് തന്നെ ആത്മീയ വർധന നടത്തുന്നു. മാത്രമല്ല, 4, ഇത് കണ്ടു നിൽക്കുന്നവർക്കും ഒരു സ്തോത്രം പറയാൻ തോന്നിയാൽ അതൊരു നല്ല കാര്യം. കാരണം നമ്മുടെ ഒരു പ്രവൃത്തി മൂലം അവനും കൂടെ ഈ പുണ്യം കിട്ടുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവിടെ അവലെയാണ് ഇവിടെ നാം കാണാൻ പറ്റുന്നത്. ഇവിടെ ലേവിയുടെ ശാപം മാറി. നമുക്ക് ശാപം മാറണോ? നമുക്ക് പ്രശ്നങ്ങളുണ്ടോ? അപ്പൊ നമുക്ക് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു കാര്യം അറിയാം. നമുക്ക് വേണ്ടി ശാപമോക്ഷമായിരിക്കാം. നമുക്കറിയില്ല നമ്മുടെ ജീവിതത്തിൽ ശാപം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഉൽപ്പത്തി, ഞാൻ ആദ്യമല്ല ആവർത്തന 28 ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്കറിയാം. വായിച്ചു നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ഒരു സെക്കൻഡ്. അപ്പോ നമ്മുടെ ശാപങ്ങളെ കുറിച്ച് പറയുന്ന ആ ചാപ്റ്റർ മുഴുവൻ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ നമ്മളിൽ ആർക്കെങ്കിലും ഇത്തരം ശാപങ്ങൾ നമ്മുടെ കുടുംബത്തിലോ വ്യക്തി ജീവിതത്തിലോ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ പറ്റും. അങ്ങനെ പോകുമ്പോഴാണ് നാം ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. 28-ാം അധ്യായം. അപ്പോ 28-ാം അധ്യായത്തിന്റെ 15 മുതൽ എത്ര വാക്യമാണ്? 69 അല്ലെ? 69-ാം വാക്യം വരെയുള്ളത് ശാപത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ നമ്മളിൽ ശാപം ഉണ്ടെന്ന് നമുക്ക് തോന്നിയാൽ നമുക്ക് ദൈവത്തിന്റെ പക്ഷത്തേക്ക് കടന്നു വരാം. ഇല്ല എങ്കിലും ദൈവത്തിന്റെ പക്ഷത്തേക്ക് നിലനിൽക്കാം. കാരണം നമുക്ക് കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ് വാതിലായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പാപമോചനം വേണോ? നമുക്ക് ശാപമോക്ഷം വേണമോ? ആ നിത്യ രക്ഷയിലേക്ക് കടന്നു വരണമോ? നമുക്കൊരു ആത്മാവുണ്ടെന്ന് ചിന്തിക്കാത്ത മനുഷ്യനുണ്ടോ? ആലോചിച്ച് നോക്കുക. നമുക്കെല്ലാവർക്കും അറിയാം നാം മൃഗങ്ങളെ പോലെയല്ല. അതുകൊണ്ടാണല്ലോ ഈ പറഞ്ഞ പോലെ പട്ടിയത്ത ആരും അടിയന്തരം കഴിക്കാറില്ല. പക്ഷെ മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ എന്തിനാണ് 40 ദിവസം കഴിയുമ്പോഴോ 16 ദിവസം കഴിയുമ്പോഴോ അടിയന്തരം കഴിക്കുന്നത്? എന്തിനാണ് പൂജ നടത്തുന്നത്? ലോകത്തെ സർവമാന ജനങ്ങൾക്കും അറിയാം നമുക്കൊരു ആത്മാവുണ്ടെന്ന്. ഈ ആത്മാവ് മരണശേഷം സ്വസ്ഥത കിട്ടാനാണ് ആളുകൾ ഈ പലതും ചെയ്യുന്നത്. പക്ഷെ മരിച്ചു പോയവർക്ക് വേണ്ടി ചെയ്തിട്ട് ഒരു കാര്യമില്ല. നാം ജീവിച്ചിരിക്കുമ്പോഴാണ് ചെയ്യേണ്ടത്. നാം ജീവിച്ചിരിക്കുമ്പോഴാണ് ദൈവത്തെ സത്യത്തിൽ ആത്മാവിലും ആരാധിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് നാം ചിന്തിക്കേണ്ട ഒരു കാര്യത്തിലേ ഉള്ളൂ. നമുക്ക് കരുണ, ദൈവത്തിന്റെ ഒരു കരുണ ലഭിക്കണമോ? ദൈവത്തിന്റെ ഒരു ദയ. യഹോവയെ ദൈവം മഹാദയയും കരുണയും കൃപയും നിറഞ്ഞവരല്ലോ, ദീർഘക്ഷമയുള്ള, അതെ, ദീർഘക്ഷമയുള്ള കർത്താവിന്റെ സന്നിധിയിലേക്ക് വാ. നമ്മുടെ പാപങ്ങൾ മുഴുവൻ ക്ഷമിച്ച് എന്നേക്കുമായി ക്ഷമിച്ചു കളയാൻ കഴിയുന്ന കർത്താവിന്റെ സന്നിധിയിലേക്ക് വാ. ആ കാൽവറി ക്രൂശിൽ നമുക്ക് എത്തുമ്പോഴേ അവന്റെ കൃപ നമുക്ക് കിട്ടും. ഹല്ലേലൂയ. നമുക്ക് ആത്മാവിന്റെ നിത്യരക്ഷ. നമ്മുടെ സ്വർഗത്തിൽ ആരാ ഉള്ളേ? സ്വർഗത്തിൽ നിങ്ങൾ എന്താ പ്രതീക്ഷിക്കുന്നത്? ഇപ്പൊ പല മതങ്ങളും പലതും പഠിപ്പിക്കുന്നത്. അതിലേക്ക് കടക്കേണ്ട ആവശ്യം എനിക്കില്ല. ബൈബിൾ എന്ത് പറയുന്നു? കർത്താവായ യേശു ക്രിസ്തു എന്ത് പറയുന്നു?
ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നു? നമ്മുടെ സ്വർഗത്തിൽ പിതാവാം ദൈവമുണ്ട്, പുത്രനാം ദൈവമുണ്ട്, പരിശുദ്ധാത്മാവാം ദൈവമുണ്ട്. നാം ക്രിസ്തുവിനോട് കൂടെയാണ് നിത്യത്തിൽ വഴുന്നത്. അവൻ നമ്മുടെ മണവാളനും നാം മണവാട്ടിയുമാണ്. മണവാളനും മണവാട്ടിയും ഒരുമിച്ച് ചേരുന്നതാണ് വിവാഹം. അല്ലെങ്കിൽ ആ വിവാഹത്തിൽ കൂടെ മണവാളനും മണവാട്ടിയാണ് പറഞ്ഞത്. അതേ എക്സാക്ട് മീനിങ്ങിലാണ് നാം കർത്താവ് യേശു ക്രിസ്തുവിനോട് ചേരുന്നത്. കർത്താവ് ദൈവം ഏതോട്ട് ഇനി നിങ്ങൾ രണ്ടല്ല ഒന്നാകുന്നു. നാം ക്രിസ്തുവായി ഒരുമിച്ച് ഐക്യപ്പെടുന്ന ഒരു അവസ്ഥ, അതാണ് നമ്മുടെ സ്വർഗം. അതുകൊണ്ടാണ് എന്നിൽ വിശ്വസിക്കുന്നവൻ അവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. നമുക്ക് ആ കർത്താവിലേക്ക് എൻ്റെ ഉള്ളിൽ പോയി വസിക്കാൻ, കർത്താവ് എൻ്റെ ഉള്ളിൽ വരുവാൻ. വെളിപ്പാട് പുസ്തകം 3:24 പറയുന്ന പോലെ ഞാനിതാ നിന്റെ ഹൃദയവാതിക്കൽ മുട്ടിക്കൊണ്ടിരുന്നു. ഐ എം നോക്കിംഗ് ഓൺ ദ ഡോർ ഓഫ് യുവർ ഹാർട്ട്. ഇഫ് എനിവൺ ഓപ്പൺ ഐ വിൽ എൻ്റർ. ആ ക്രിസ്തു ഇതാ നിന്റെ മനസ്സിൻ്റെ വാതിക്കൽ മുട്ടിക്കൊണ്ടിരിക്കുക. നിനക്കന്ന് തുറക്കാനുള്ള മനസ്സുണ്ട്, ഒന്ന് ഓപ്പൺ ചെയ്യും. ജസ്റ്റ് യെസ് ലോർഡ് പ്ലീസ് കം. ഐ എം എ സിന്നർ, ബൈ ബർത്ത് ഐ എം എ സിന്നർ. ഞാൻ പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്ലീസ് വാഷ് ഓൾ മൈ സിൻസ്. എൻ്റെ പാപത്തൊന്ന് കഴുകിക്കളഞ്ഞു എന്നെ ഒരു ക്ലീൻ സ്ലേറ്റ് ആക്കി മാറ്റാൻ കർത്താവെ നീ സഹായിക്കണം. ഞാൻ കാരണം നമ്മുടെ ഹാർട്ട് തുറന്നാൽ ദൈവം അപ്പം തന്നെ കയറുന്നു വിചാരിക്കരുത്. കാരണം നമ്മുടെ ഹൃദയത്തിൽ പലതും ഇരിക്കുന്നത് പരസ്യമായിട്ട് പറയാൻ പോലും കൊള്ളത്തില്ല. അപ്പോൾ അങ്ങനെ പറയാൻ പോലും പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ. നമ്മുടെ പാപങ്ങൾ, അസൂയ, പരദൂഷണം, ഈ ജഡത്തിൻ്റെ മോഹങ്ങൾ, ലോകത്തിൻ്റെ മോഹങ്ങൾ കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല സ്റ്റേജിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഹൃദയം തുറന്നാൽ അത് വളരെ വൃത്തികെട്ടതാണ്, അഴുക്ക് നിറഞ്ഞതാണ്. ക്രിസ്തു അതിലേക്ക് വരത്തില്ല. നമ്മളൊരു ഗസ്റ്റിനെ വിളിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഏറ്റവും ചുരുക്കി നമ്മൾ വീടൊന്ന് ക്ലീൻ ചെയ്യും എന്ന് പറഞ്ഞോളെ ഹാർട്ടൊന്ന് ക്ലീൻ ചെയ്യണം. ഈ പാപത്തെക്കുറിച്ചൊന്ന് പശ്ചാത്താപിച്ച് മാനസാന്തരപ്പെട്ട് കർത്താവേ നീ എൻ്റെ പാവങ്ങൾക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, നീ എനിക്ക് പകരക്കാരനായി എന്ന് പറഞ്ഞ് ആ കാൽവറി ക്രൂശിൽ നിന്ന് വന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നാൽ അവൻ നമ്മിൽ വസിക്കും. ഹി വിൽ ഡ്വെൽ ഇൻ us. ഇത് വല്ലാത്ത അനുഭവമാണ്, വല്ലാത്തൊരു സ്വർഗീയ സന്തോഷമാണ്. അതുകൊണ്ടാണ് പാട്ടുകാരനോട് യേശു എന്നുള്ളത്തിൽ വന്ന നാളിൽ എന്തു മാറ്റം വന്നു എന്നിൽ. അതെ, ആ ഒത്തിരി മാറ്റങ്ങൾ എന്നിൽ വരും. പിന്നെ ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. പഴയത് ഉരിഞ്ഞു പോയി. പാമ്പിന്റെ തൊലി ഇങ്ങനെ ഉരിഞ്ഞു പോകുന്ന പോലെയാണ്. പിന്നെ അതല്ല, പിന്നെ ആ തൊലി പഴയതില്ല, ഒട്ടുമില്ല. പിന്നെ നമ്മിൽ പഴയ മനുഷ്യനില്ല. പഴയ മനുഷ്യൻ മരിക്കണം. അതുകൊണ്ടാണ് കൊലോസ്യർക്ക് ലേഖനത്തിൽ കർത്താവ് അപ്പോസ്തലൻ എഴുതി വെച്ചത്, നാം സ്നാനത്തിൽ അവനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ടു. പിന്നെ നാം ഉയർത്തെഴുന്നേൽ ക്രിസ്തുവിലാണ്. കുക്കൂണിൽ നിന്ന് ബട്ടർഫ്ലൈ പുറത്തു വരുന്നവരെ, പൂമ്പാറ്റ പുറത്തു വരുന്നവരെ നാം ക്രിസ്തുവിൽ കളർ വെച്ച് മൃദാവസ്ഥയൊക്കെ മാറ്റി, ഹൈബർനേഷനൊക്കെ മാറ്റി നാം നല്ല കളർഫുള്ളായിട്ട് എണീറ്റ് വരുന്നൊരവസ്ഥയാണ്. ആ ഒരു വലിയ അതായത് ആ പുതുജീവൻ നമുക്ക് ഈ ഭൂമിയിൽ തന്നെ സ്വർഗീയ ജീവിതം അനുഭവിക്കാൻ കഴിയുന്ന, ആ സ്വർഗീയ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്ന ഒരു തെറ്റിലേക്ക് നമുക്ക് വളർന്നു വരാൻ കഴിയണം. അതിലേക്കായി നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ആഹ്വാനം ചെയ്യാം. എൻ്റെ ഈ മെസ്സേജ് കിട്ടുന്ന ആർക്കെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിനെ കർത്താവിന് രക്ഷമായി സ്വീകരിക്കണം തോന്നുകയാണെങ്കിൽ ഈ നിമിഷം ഇപ്പോൾ നിങ്ങൾക്ക് രക്ഷിക്കപ്പെടാം. നിങ്ങളൊന്നും പോകണ്ട, ഒരാളെയും കണ്ട, ഒരാളെയും ഫോണിൽ വിളിക്കണ്ട, ഒരാൾക്കുടെയും പോയി കാശ് കൊടുക്കണ്ട. ക്രിസ്ത്യാനിറ്റിയിൽ അല്ലെങ്കിൽ യേശുവിനെ കർത്താവായി സ്വീകരിക്കാൻ പൈസ കൊടുക്കണം, ഒരു രൂപ പോലും കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു യാഗമോ ഒരു വഴിപാടോ, anywhere, anything, it is nothing, absolutely free, 100% ഫ്രീ ആയിട്ട് ഈ ലോകത്ത് കിട്ടുന്ന ഒരേ ഒരു വസ്തുവാണ് രക്ഷ. നമുക്ക് ആ കർത്താവിൻ്റെ സ്ഥലത്തേക്ക് കടന്നു വരാം. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിന് ഒന്ന് മുട്ടുകുത്താൻ ഞാൻ പറയാണ്. ഹാലേ, നമുക്ക് അങ്ങനെ മുട്ടുകുത്തിയവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരെന്നോടുകൂടെ ഞാൻ ഈ പറയുന്ന പ്രാർത്ഥന ഏറ്റില്ല. കർത്താവായ യേശുവേ, നീ ദൈവത്തിൻ്റെ പുത്രനാകുന്നു, നീ എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിലേക്ക് വന്നുവെന്നും എനിക്ക് വേണ്ടി എൻ്റെ പകരക്കാരനായി കാൽവറി ക്രൂശിൽ എൻ്റെ പാപങ്ങൾ ഏറ്റുവാങ്ങി മരിച്ചു എന്നും അതിനാലെ എൻ്റെ പാപം കഴുകിക്കളഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ, നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേപ്പ, എൻ്റെ ഹൃദയത്തിലേക്ക് നീ കടന്നു വരണമേപ്പ. ഞാൻ നിന്നെ എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടമായി സ്വീകരിക്കുന്നു. യു ആർ മൈ ലോർഡ് ആൻഡ് മൈ സേവിയർ. ഹല്ലേലൂയ. ഈ പ്രാർത്ഥന ഏറ്റിയിൽ നിങ്ങളെ ഈ നിമിഷം കർത്താവായ യേശു ക്രിസ്തു സ്വന്തം മകനും മകളുമായി സ്വീകരിച്ചിരിക്കുന്നു. നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഈ നിമിഷത്തിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ.